ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. വിവരങ്ങളും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. System.guru.markets. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. നിങ്ങൾക്ക് ഓരോ കമ്പനി പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ നോക്കും. വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്, ടിക്കർ VINP. ഈ അവലോകനം മെയ് 26, 2025 നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉപവിഭാഗത്തിൽപ്പെടുന്നു. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് 27 കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് തികച്ചും പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം. കമ്പനിയുടെ സ്കോർ 10-ൽ 7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.5 പോയിന്റ് ആണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റ് ആണ്. കമ്പനിയുടെ സ്കോറായ 7-നെതിരായി വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് മൈനസിന്റെ ചലനാത്മക കാണിച്ചു 10.3%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 16.9%. കമ്പനിയുടെ വിപണി മൂലധനം വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് $0.63 ബില്യൺ ആണ്. $658 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.25 ബില്യൺ ആണ്. $113 ബില്യൺ ഉപവിഭാഗ മൂലധനം. മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.095%. പുസ്തക മൂല്യം 0.225%. മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ ഓഹരിയും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $0.127 ബില്യൺ കടമുണ്ട്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 50.8%. കമ്പനിയുടെ കടം പ്രകടനം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലവരുമാന അനുപാതം 27.3 ആണ്. ഉപവിഭാഗ ശരാശരി 58.7 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 53% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $23 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $56 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 4.9 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 4.2 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 17% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $130 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $200 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. മാർജിനലിറ്റി 17.9%. ഉപവിഭാഗത്തിൽ ശരാശരി 7.2%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്.
ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.213%. ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ 124% കൂടുതലാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $1,054,000 ആണ്. ഉപവിഭാഗത്തിൽ $2,360,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത്. 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $38,600 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $40,200. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാനം $215,000 ആണ്. ഉപവിഭാഗത്തിൽ $558,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 1.2% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 2.6%. സൂചകം റിസെ 14 കമ്പനിക്ക് 48% ലെവൽ കാണിക്കുന്നു. വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഉപവിഭാഗത്തിൽ റിസി ലെവൽ 14 50%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $9.79 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമയ വില ഏകദേശം $12.59 ആണ്. ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഈ സീസണിൽ ഹെൽപ്പ് സിസ്റ്റം എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ്. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി വിൻസി പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $9.78 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക. എടുക്കുക ലാഭം 10.6 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 8.96 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ജൂൺ 24 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ ASTEP വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ്. ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി. ഗുരു മാർക്കറ്റ്സ്.